വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് അതിജീവന പോരാട്ടമാണ്. ഈ അതിജീവന പോരാട്ടത്തിൽ ഇടതുമുന്നണിയുടെ അടിവേരറുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം കടപുഴക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു CPM നേതാവിനും ഈസി വാക്ക് ഓവർ നൽകരുതെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംസ്ഥാനത്ത് ധർമ്മടം ഉൾപ്പെടെ ഒരു മണ്ഡലവും ഇടതിന്റെ കോട്ടകളല്ലെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. 140 മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടുകളാക്കിയാൽ ധർമ്മടത്ത് വരെ സുഖമായി വിജയിക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ പിണറായിക്കെതിരെ മത്സരത്തിന് ഇറക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയോജക മണ്ഡലം എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ 8 ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം. എടക്കാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ചെമ്പിലോട്, കടമ്പൂർ, പെരളശ്ശേരി, തലശ്ശേരി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ധർമ്മടം, പിണറായി, മുഴുപ്പിലങ്ങാട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി എന്നീ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലം. നേരത്തെ ഈ പ്രദേശങ്ങൾ എടക്കാട് നിയമസഭാ മണ്ഡലത്തിലെയും തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെയും ഭാഗങ്ങളായിരുന്നു. പിന്നീട് 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് ധർമ്മടം എന്ന പുതിയ മണ്ഡലം നിലവിൽ വന്നത്. 139 ബൂത്തുകളാണ് ധർമ്മടം മണ്ഡലത്തിലുള്ളത്. LDF-ന്റെ കുത്തക മണ്ഡലം എന്ന കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലം 2011 ധർമ്മടം മണ്ഡലത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ആകെ 5 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. CPM-ൽ നിന്നുള്ള KK നാരായണനായിരുന്നു LDF സ്ഥാനാർത്ഥി. 2016 നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന പിണറായി വിജയനായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചത്. 2021 തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് പിണറായി തന്നെ ധർമ്മടത്തു നിന്നും വിജയിച്ചു വരികയായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 53% കരസ്ഥമാക്കി CPM-ലെ KK നാരായണൻ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. UDF സ്ഥാനാർത്ഥിയായ മമ്പ്രം ദിവാകരനെ 15,162 വോട്ടുകൾക്കാണ് KK നാരായണൻ പരാജയപ്പെടുത്തിയത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ നിന്നും ജനവിധി തേടിയത്. കോൺഗ്രസിൽ നിന്നും മമ്പ്രം ദിവാകരനും, SDPയിൽ നിന്നും തറമ്മയിൽ നിയാസും, BJPയിൽ നിന്നും മോഹനൻ മാന്തേരിയും, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ദിവാകരൻ M തിരുവാതിര, ദിവാകരൻ മൂട്ടിൽ ഹൌസ് എന്നിവരും മത്സരിക്കുകയുണ്ടായി. UDF സ്ഥാനാർത്ഥിയായി മമ്പ്രം ദിവാകരനെ 36,905 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആകെ പോൾ ചെയ്തതിന് 57% വോട്ട് CPM സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ കരസ്ഥമാക്കുകയുണ്ടായി. BJP സ്ഥാനാർത്ഥിയായി മോഹനൻ മാനന്തേരി 8.3% വോട്ടുകളാണ് കരസ്ഥമാക്കിയത്. 2021 6 ലക്ഷത്തിലധികം വോട്ടിന്റെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലായിരുന്നു പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തിയത്. തുടർഭരണത്തിന് കളമൊരുങ്ങിയ 2021 ശ്രദ്ധയാകർഷിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ധർമ്മടം. ആ ധർമ്മടത്തിന്റെ കോട്ട പൊളിക്കുവാനാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്ന പദവി സംസ്ഥാനങ്ങളുടെ PCC അധ്യക്ഷ പദവി തന്നെയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തെ അളന്നും പരന്നും അറിയാവുന്ന ഒരാളാണ് നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഒരു കാലത്ത് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ ഇറക്കി ധർമ്മടത്ത് വിജയിക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു.